അച്ഛനും മകൾക്കും ഇടയില് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല അനു. ഞാൻ മഞ്ചാടിയോട് പറഞ്ഞത് ആ ഗോകുലിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവന് അവളോട് ഇഷ്ടമുണ്ടെന്നുള്ളത് ഇപ്പോഴും സത്യമാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. മഞ്ചാടിയുടെ മനസ്സില് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയ. പക്ഷേ അവൾ അതെടുത്തത് ആ രീതിയിലല്ലെന്ന് മാത്രം. മഞ്ചാടിയുടെയും ജീവൻ രാജിന്റെയും കല്യാണം നടത്താൻ ഒരിക്കൽ മുൻകൈ എടുത്ത ആളല്ലേ അമ്മ. അങ്ങനെ ഒരാൾ മഞ്ചാടിയുടെ ഒരു കാര്യം പറയുമ്പോ അവളത് സീരിയസ് ആയിട്ട് എടുക്കും. അമ്മ ഇനി ഏതർത്ഥത്തിൽ പറഞ്ഞാലും മഞ്ചാടി ഇപ്പോ ജീവൻ രാജിന്റെ കൂടെ നിൽക്കും. അവനെ തിരിച്ചു കിട്ടാനേ ശ്രമിക്കത്തുള്ളൂ. അതിനുവേണ്ടി അവളുടെ കൂടെ നിൽക്കുകയല്ലാതെ അച്ഛനും വേറെ നിവൃത്തിയൊന്നുമില്ല. അതിപ്പോ അമ്മയെന്നല്ല, ഗോകുലിന് വേണ്ടി സാക്ഷാൽ സച്ചി സാറ് തന്നെ വന്നു പറഞ്ഞാലും മഞ്ചാടിയെ വേദനിപ്പിച്ചോണ്ട് അച്ഛനോ അവളുടെ ചേച്ചിമാരോ ഒന്നും ചെയ്യില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട. അമ്മ കേട്ടല്ലോ, ഇനിയെങ്കിലും ഇത്തരം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പോവല്ലേ. അനു ഇരിക്കെ. അതെ, മഞ്ചാടിയുടെ മനസ്സറിയാതെ ഞാൻ അവളോടൊന്നും പറയരുതായിരുന്നു. എനിക്കൊരബദ്ധം പറ്റിപ്പോയി അനു. നീ അത് മനസ്സിൽ വെക്കരുത്. ഏയ്, അച്ഛനും മഞ്ചാടിക്കും ഒക്കെ കാര്യങ്ങളിപ്പോ ക്ലിയർ ആയല്ലോ. എനിക്കും അത് മതി. ഇതൊക്കെ നമുക്കങ്ങ് വിടാമേ. ഓ, എന്നാ പിന്നെ എനിക്കിത് മതി. അല്ലമ്മേ, അമ്മ പ്ലേറ്റ് ഇവിടെ വെച്ചിട്ട് പോയി കൈ കഴുകിക്കോ. ഇത് ഞാൻ കൊണ്ട് കഴുകിക്കോളാം. അയ്യോ, അത് വേണ്ട, ഞാൻ കഴുകിക്കോളാം. അയ്യോ, അതൊന്നും ഒരു കുഴപ്പമില്ല. പണ്ട് ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നേ. അന്ന് ആരെങ്കിലും കഴിച്ച് എഴുന്നേറ്റുടനെ ഞാൻ പാത്രം എടുത്തില്ലെങ്കിൽ അമ്മനെ വഴക്ക് പറയുമായിരുന്നു. അമ്മ ചെന്ന് കൈ കഴുകിക്കോ. ആ അമ്മേ, നമുക്ക് എന്താ മോളെ? പ്രഭാവതി ആന്റി ചെന്ന് നോക്കണ്ടേ? പ്രതിഭയുടെ കൂടെ സത്യം പോയിട്ടില്ല അനുപമേ. ഇനി അതിന്റെ പുറകെ ഞാനും കൂടി പോണോ? അല്ല, പിന്നെ പോയില്ലെങ്കിലും അമ്മ സുധനങ്ങളെ വിളിച്ചൊന്ന് അന്വേഷിച്ചാ മതി. അവർക്കത് വലിയൊരു കാര്യമായിരിക്കും. അല്ല, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ നമ്മളൊന്ന് പോയി നോക്കിയാൻ വേണം. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ സുധനെ ഒന്ന് വിളിക്കാം. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി.